കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കിട്ടാനുള്ള പണം വൈകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് വെറുമൊരു ശമ്പളം കിട്ടാത്ത പ്രശ്നമല്ല കേട്ടോ. ഇത് അവരുടെ അവകാശത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ നിയമപോരാട്ടമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ ക്ഷാമബത്ത, അതായത് ഡിയർനെസ് അലവൻസ്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു വിവാദമായത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ ഒരൊറ്റ വാചകം ഇതാണ് കേരളത്തിലിപ്പോൾ വലിയൊരു തർക്കത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഇത് സർക്കാർ ജീവനക്കാരുടെ മാത്രം പ്രശ്നമായി കാണരുത്. ഒരുപക്ഷെ നമ്മുടെയെല്ലാം അധ്വാനത്തിന്റെ മൂല്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണിത്. എങ്ങനെയാണെന്നല്ലേ വഴിയെ മനസ്സിലാകും. ഓർക്കണം, ഇത് വെറുതെ ആരെങ്കിലും പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമല്ല, മറിച്ച് കേരള സർക്കാർ ഹൈക്കോടതിയിൽ ഔദ്യോഗികമായി കൊടുത്ത സത്യവാങ്മൂലത്തിലെ വാചകമാണത്. നമ്മുടെ ശമ്പളം കൊണ്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ വിലക്കയറ്റം കാരണം അതിന്റെ മൂല്യം കുറഞ്ഞു പോകാതിരിക്കാനുള്ള ഒരുതരം പ്രൊട്ടക്ഷനാണ് ഈ ഡിയർനെസ് അലവൻസ്. അതായത് പണപ്പെരുപ്പം നമ്മുടെ ശമ്പളത്തെ കാർന്നു തിന്നാതെ നോക്കാനുള്ളൊരു കവചം. അത്രയുള്ളൂ. ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ രണ്ടു തരം ശമ്പളത്തിനെപ്പറ്റി അറിയണം. ഒന്ന് നോമിനൽ വേജ്, അതായത് നമുക്ക് കയ്യിൽ കിട്ടുന്ന ക്യാഷ്. രണ്ട് റിയൽ വേജ്, അതായത് ആ ക്യാഷ് കൊണ്ട് നമുക്ക് ശരിക്കും എന്തൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളത്. വിലക്കയറ്റം കൂടുമ്പോഴൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റിയൽ വേജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കിതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ നോക്കാം. ഒരു തൊഴിലാളിയുടെ കൂലി 100 രൂപയിൽ നിന്ന് 150 രൂപയായി കൂടിയെന്ന് വിചാരിക്കുക. കേൾക്കാൻ നല്ല രസമില്ലേ? 50 രൂപയുടെ വർധനവ്. പക്ഷേ കഥ എവിടെ തീരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ കൂലി 150 രൂപയാണ്. പേപ്പറിൽ നോക്കുമ്പോൾ ഇതൊരു നല്ല വർധനവ് തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. ഈ സമയത്ത് അരിയുടെ വില കിലോയ്ക്ക് 25 രൂപയിൽ നിന്ന് 50 രൂപയായി, അതായത് ഇരട്ടിയായി എന്ന് കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ കണ്ടോ, 100 രൂപ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് 4 കിലോ അരി വാങ്ങാമായിരുന്നു. പക്ഷേ ശമ്പളം 150 രൂപയായി കൂടിയിട്ടും ഇപ്പോൾ വാങ്ങാൻ പറ്റുന്നത് വെറും 3 കിലോ അരിയാണ്. അതായത് ശമ്പളം കടലാസിൽ കൂടി, പക്ഷേ സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ്, അതായത് പർച്ചേസിംഗ് പവർ കുറഞ്ഞു. കണ്ടോ, ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് ക്ഷാമബത്ത. അത് നമ്മുടെ ശമ്പളത്തിന്റെ യഥാർത്ഥ മൂല്യം കുറഞ്ഞു പോകാതെ സംരക്ഷിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്സ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരാം. ഈ ക്ഷാമബത്ത കൊടുക്കുന്നതിൽ വലിയ താമസമാണ് ഇപ്പോഴത്തെ പ്രധാന വിവാദം. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. കേന്ദ്ര സർക്കാർ ക്ഷാമബത്ത കൂട്ടിയെന്ന് പ്രഖ്യാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കേരളത്തിലത് നടപ്പിലാകുന്നത്. ഉദാഹരണത്തിന് 2021 ജനുവരിയിൽ കൂട്ടിയ DA കേരളത്തിൽ കിട്ടിത്തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? 2024 ഏപ്രിലിൽ. അതായത് 3 വർഷത്തിൽ കൂടുതൽ വൈകി. ഇതുമാത്രമല്ല പ്രശ്നം. 2023 ജൂണിന് ശേഷം കേന്ദ്രം പ്രഖ്യാപിച്ച 5 DA വർധനവുകൾ, അതായത് ബേസിക് പേയുടെ ഏകദേശം 16%, അതെന്ന് കൊടുക്കുമെന്ന് പോലും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കുടിശ്ശിക ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ താമസം കാരണം ഒരു സാധാരണക്കാരന് എന്ത് നഷ്ടം വരുന്നുണ്ടെന്നറിയോ? ഏറ്റവും താഴെക്കടയിലുള്ള ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് ഈ 4.5 വർഷം കൊണ്ട് നഷ്ടമായത് ഏകദേശം 2 ലക്ഷം രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1,98,747 രൂപ. ഇതൊരു വെറും കണക്കല്ല. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം, ഒരു വീട്ടിലെ ചികിത്സാ ചെലവ്, അങ്ങനെ എത്രയോ കാര്യങ്ങൾക്ക് ഉപകരിക്കുമായിരുന്ന വലിയൊരു തുകയാണിത്. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. പണ്ട് ഈ കുടിശ്ശിക വൈകിയാലും അത് ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക്, അതായത് PF പോകുമായിരുന്നു. അപ്പോൾ ആ പണം അവർക്ക് പിന്നീട് കിട്ടുമായിരുന്നു. പക്ഷേ 2021 ജനുവരി മുതൽ സർക്കാർ ആ പരിപാടിയും നിർത്തി. അതോടെ ആ പണം എന്നേക്കുമായി നഷ്ടപ്പെടുന്നൊരവസ്ഥയായി. ഇവിടെയാണ് നമ്മൾ ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ചോദ്യത്തിലേക്ക് വരുന്നത്. ഈ ക്ഷാമബത്ത എന്ന് പറയുന്നത് ഒരു ജീവനക്കാരന്റെ ഉറപ്പുള്ള അവകാശമാണോ, അതോ സർക്കാരിന്റെ സൗകര്യം പോലെ കൊടുക്കുന്നൊരു ഔദാര്യമാണോ? സർക്കാർ പറയുന്നത് ഇതൊരു അവകാശമൊന്നുമല്ല, സാമ്പത്തിക സ്ഥിതി നോക്കി തരുന്ന ഒന്നാണെന്നാണ്. പക്ഷെ നിയമം എന്താ പറയുന്നത്? കേരള സർക്കാരിന്റെ ഈ വാദത്തിന് നേരെ വിപരീതമാണ് 1986 ഈ സുപ്രീം കോടതി വിധി. അന്ന് തന്നെ കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്ഷാമബത്ത ഒരു ഔദാര്യമല്ല, അത് ശമ്പളത്തിന്റെ ഭാഗമാണ്. അത് കൊടുക്കാതിരിക്കുന്നത് ജീവനക്കാരന്റെ അവകാശങ്ങളെ ലംഘിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇതൊരു പുതിയ തർക്കമല്ലെന്ന് മനസ്സിലായല്ലോ. ഇതൊരു ഒറ്റപ്പെട്ട വിധിയല്ല കേട്ടോ. പലതവണ കോടതികൾ ഈ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. 2021 നമ്മുടെ കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു DA ഒരു അനിഷേധ്യമായ അവകാശമാണ് എന്ന്. ഈയടുത്ത് പശ്ചിമ ബംഗാളിലൊരു കേസിലും സുപ്രീം കോടതി ഇതേ കാര്യം ആവർത്തിച്ചു, കുടിശ്ശിക കൊടുക്കാൻ ഓർഡർ ഇടുകയും ചെയ്തു. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാം, ഇത് സർക്കാർ ജീവനക്കാരുടെ മാത്രം കാര്യമല്ലേ എന്ന്? അല്ല, ഈ വിഷയം നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ്. എങ്ങനെയാണെന്നല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ക്ഷാമബത്ത ഒരു അവകാശമല്ല എന്ന വാദം അംഗീകരിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നാളെ ഏത് ജോലി ചെയ്യുന്ന ആളും വിലക്കയറ്റം കാരണം ശമ്പളം കൂട്ടിച്ചോദിച്ചാൽ ഈ വാദം അവർക്കെതിരെയും ഉപയോഗിക്കാം. ന്യായമായ ശമ്പളമെന്നത് ജീവിക്കാനുള്ള നമ്മുടെ അവകാശത്തിന്റെ ഭാഗമാണ്. ഈ തർക്കം ആ അടിസ്ഥാന അവകാശത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ
അവസാനത്തെ ചോദ്യം ഇതാണ്. വിലക്കയറ്റം ഇങ്ങനെ ആകാശമുട്ടെ ഉയരുമ്പോൾ അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ട ഒരു അലവൻസ് പോലും സമയത്തിന് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ അധ്വാനത്തിന് യഥാർത്ഥത്തിൽ എന്ത് വിലയാണ് സമൂഹം കൽപ്പിക്കുന്നത്? ഈ ചോദ്യം സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല, അധ്വാനിച്ച് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്.